സഖാവ് കെ രാജൻ 1973 മെയ് 26 തൃശൂരിലെ അന്തിക്കാട് പി കൃഷ്ണൻകുട്ടി മേനോന്റെയും കെ രമണിയുടെയും മകനായി ജനിച്ച സഖാവ് കെ രാജൻ ബാലവേദിയുടെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും വഴിയിലൂടെ പൊതുജീവിതത്തിലേക്ക് കടന്നുവന്നു. അന്തിക്കാട് ഗവൺമെന്റ് സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ശ്രീ കേരളവർമ്മ കോളേജിൽ നിന്ന് ബിരുദവും തിരുവനന്തപുരം ലോ അക്കാഡമി ലോ കോളേജിൽ നിന്ന് നിയമബിരുദവും നേടി. പിൽക്കാലത്ത് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായ AISF, AIYF എന്നീ സംഘടനകളുടെ സംസ്ഥാന ദേശീയ സെക്രട്ടറിയായി പ്രവർത്തിച്ച് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് സജീവമായി മുൻനിര നേതാക്കളിൽ ഒരാളായി മാറുകയായിരുന്നു സഖാവ് കെ രാജൻ. ആ കാലഘട്ടത്തിൽ അറിവും തൊഴിലും ജന്മാവകാശമെന്ന മുദ്രാവാക്യവുമായി വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടി അനവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ സഖാവ് കെ രാജന് സാധിച്ചു. തുടർന്ന് ദീർഘകാലം CPI സംസ്ഥാന നേതൃത്വത്തിൽ സജീവ സാന്നിധ്യമായ കെ രാജൻ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഇടതുപക്ഷ വാഗ്മികളിൽ പ്രമുഖനായി മാറി. കേരളമാകെ വികസന മുരടിപ്പ് നേരിട്ട കാലഘട്ടത്തിൽ നിന്നും ഒല്ലൂരിലെ ജനങ്ങളും മാറ്റത്തിനായി കേരള സമൂഹത്തിന്റെ കൈകോർത്ത് ഒല്ലൂരിന്റെ ഭാവി സുരക്ഷിതമായ കൈകളിലെത്തിക്കുവാൻ 2016 ആദ്യമായി കെ രാജനെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തു. ഒല്ലൂർ ജനതയുടെ ആ തീരുമാനം തെറ്റായില്ല എന്ന് തെളിയിക്കും വിധമായിരുന്നു കെ രാജൻ എന്ന ജനപ്രതിനിധിയുടെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ. 2021 കൂടുതൽ ഭൂരിപക്ഷത്തോടെ വീണ്ടും ജനവിധി നേടിയത് അതിനുദാഹരണമാണ്. 2019-2021 കാലഘട്ടത്തിൽ നിയമസഭയുടെ ചീഫ് വിപ്പായി സേവനമനുഷ്ഠിച്ച് തുടർന്ന് 2021 സംസ്ഥാന റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായ കെ രാജൻ എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ എന്ന ലക്ഷ്യത്തോടെ കേരളമൊട്ടാകെ ലക്ഷക്കണക്കിന് ഭൂരഹിതരെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റി. അതിൽ ഒല്ലൂരിലെ തന്നെ നിരവധി പട്ടയ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുവാൻ കെ രാജൻ എന്ന വ്യക്തിക്ക് സാധിച്ചു. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള പട്ടയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്തിയത് സാധാരണ ജനങ്ങൾക്കിടയിൽ കെ രാജൻ എന്ന വ്യക്തിയെ ജനകീയനാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഭൂപതിവ് നിയമ ഭേദഗതി, ഡിജിറ്റൽ സർവേ, റവന്യൂ സേവനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുക എന്നിങ്ങനെ ഒട്ടനവധി വിപ്ലവകരമായ പദ്ധതികൾ കെ രാജൻ എന്ന വ്യക്തിയുടെ ഇച്ഛാശക്തി കൊണ്ട് കഴിഞ്ഞ 10 വർഷ കാലയളവിൽ നടപ്പാക്കുവാൻ കേരളത്തിനായി. സംസ്ഥാന റവന്യൂ മന്ത്രിയായിരിക്കുമ്പോഴും തന്റെ ഭാരിച്ച ചുമതലകൾക്കിടയിലും തന്നെ വിശ്വസിച്ചേൽപ്പിച്ച ഒല്ലൂരിലെ ജനങ്ങളെ കൈവിടാതെ മുറുകെ പിടിക്കുകയായിരുന്നു സഖാവ്. തിരക്കുകൾക്കിടയിലും തന്റെ മണ്ഡലത്തിലെ നിറസാന്നിധ്യമാകാനും സാധാരണക്കാർക്കിടയിൽ സാധാരണക്കാരനായി ചേർന്ന് നിൽക്കുവാനും കെ രാജൻ എന്ന നേതാവിനായി. വിവിധ മേഖലകളിലെ കഴിഞ്ഞ 10 വർഷത്തെ ഒല്ലൂരിന്റെ വികസന മുന്നേറ്റവും ഒല്ലൂരിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയുള്ള ജനപിന്തുണയും അതിന്റെ തെളിവുകളാകുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം, പ്രളയം, കോവിഡ് തുടങ്ങിയ ദുരന്ത സാഹചര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കെ രാജൻ എന്ന നേതാവിന്റെ സാഹചര്യത്തിനനുസരിച്ചുള്ള പ്രവർത്തന മികവ് കേരളം കണ്ട നേർക്കാഴ്ചയാണ്. മികച്ച ക്രൈസിസ് മാനേജ്മെന്റ് മലയാളി ഓഫ് ദി ഇയർ 2025 അവാർഡ് അത്തരം പ്രവർത്തന മികവിലൂടെ സഖാവ് കെ രാജനെ തേടിയെത്തുകയുണ്ടായി. ഒരേ സമയം MLA എന്ന നിലയിലും റവന്യൂ മന്ത്രി എന്ന നിലയിലും കക്ഷി രാഷ്ട്രീയ വേർതിരിവുകൾ ഒന്നുമില്ലാതെ ഒല്ലൂർ നിവാസികളെയും കേരള ജനതയെയും മുഴുവൻ തന്റെ ഇടനെഞ്ചിലാണ് അവരുടെ സ്ഥാനമെന്ന് തെളിയിക്കാൻ കെ രാജന് സാധിച്ചു. അതെ, ഹൃദയം കൊണ്ടെഴുതുന്ന കാവ്യം പോലെ തന്റെ ചരിതമെഴുതുകയാണ് സഖാവ് കെ രാജൻ. 2026 ഏപ്രിൽ 9 ഒല്ലൂരിലെ ജനങ്ങൾ ആ ചരിതത്തിന്റെ ചരിത്രപ്രസിദ്ധി ആർജിക്കുന്ന നേട്ടം കൈവരിക്കാൻ തയ്യാറാവുക. 10 വർഷക്കാലം MLA എന്ന നിലവാരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ പൊതു പ്രതിഫലനം നമ്മുടെ സമൂഹത്തിലാകെ കാണാനുണ്ട്. 10 വർഷക്കാലം കൊണ്ട് 3,56,000-ലേറെ പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞ, അതിൽ മഹാഭൂരിപക്ഷവും വിതരണം ചെയ്യാൻ കഴിഞ്ഞ ഒരു കാലത്തിൽ മന്ത്രിയായിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ അഭിമാനകരമാണ്.
ഫെബ്രുവരി 24 റവന്യൂ ദിനത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു റവന്യൂ കാർഡിന്റെ മോഡൽ അവതരിപ്പിച്ചു പിരിയാനായി. കഴിഞ്ഞ 10 വർഷക്കാലം ഭാവി കേരളത്തിൽ ഊന്നിയ ഒട്ടേറെ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനായി എന്നതാണ്. 2016 LDF ഗവൺമെന്റ് വരുമ്പോൾ എല്ലാ മേഖലയിലും തകർച്ചയായിരുന്നു. അഴിമതി സർവ്വസാധാരണമായിരുന്നു. നമസ്കാരം. കനൽ തൃശ്ശൂർ ജില്ലയിലൂടെ യാത്ര തുടരുകയാണ്. ഇന്ന് ഒല്ലൂർ നിയോജക മണ്ഡലത്തിലാണ്. നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം, എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ റവന്യൂ മന്ത്രിയുടെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. സഖാവ് കെ രാജൻ, കേരളത്തിൻ്റെ സ്വന്തം റവന്യൂ മന്ത്രി. സർ, കനലെന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സന്തോഷം. 10 വർഷങ്ങൾ MLA എന്ന നിലയിലും 5 വർഷം കേരളത്തിൻ്റെ സ്വന്തം റവന്യൂ മന്ത്രി എന്ന നിലയിലും ഒന്ന് ഓർത്തെടുക്കാം. നമുക്ക് വലിയ ആത്മാഭിമാനമാണ് അക്ഷരാർത്ഥത്തിൽ തോന്നുന്നത്. 10 വർഷക്കാലം MLA എന്ന നിലവാരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ പൊതു പ്രതിഫലനം നമ്മുടെ സമൂഹത്തിലാകെ കാണാനുണ്ട്. നിങ്ങൾ വന്ന വഴികളൊക്കെ കണ്ടിരിക്കും. എല്ലാം BMBC റോഡുകളായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. സ്കൂളുകൾ, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ. ഇവിടെ ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ സുവോളജിക്കൽ പാർക്കായിട്ടുള്ള പുത്തൂർ സുവോളജിക്കൽ പാർക്ക് 30 വർഷമാണ് ഈ നാടിൻ്റെ സ്വപ്നമാണ്. അത് യാഥാർത്ഥ്യമായതടക്കം ഈ നാട് വല്ലാത്ത മാറ്റത്തിലേക്ക് കടന്നുപോയ ഒരു കാലത്തിൽ ജനപ്രതിനിധിയായി നിൽക്കാൻ കഴിഞ്ഞു എന്ന ആത്മാഭിമാനബോധത്തോടെയാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ നിശ്ചയിച്ച ഈ ജനവിധി ഏറ്റെടുത്തുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രിയായി പ്രവർത്തിക്കാൻ ഈ അവസരത്തിൽ അവസരം കിട്ടി. കേരളത്തിൽ 10 വർഷക്കാലം കൊണ്ട് 3,56,000-ലേറെ പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞ, അതിൽ മഹാഭൂരിപക്ഷവും വിതരണം ചെയ്യാൻ കഴിഞ്ഞൊരു കാലത്തിൽ മന്ത്രിയായിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ അഭിമാനകരമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുപ്രഖ്യാപനമാണ് എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്. ഭവനരഹിതരും ഭൂരഹിതരും ഇല്ലാത്തൊരു കേരളം എന്ന ആശയത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ടി വന്ന ഒരു വകുപ്പിൻ്റെ ചുമതലയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏൽപ്പിച്ചത്. അഥവാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏൽപ്പിക്കപ്പെട്ടത്. ആ പ്രവർത്തനങ്ങൾ ഏറ്റവും കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞു എന്നത് എല്ലാവരുമാൽ അംഗീകരിക്കപ്പെടാവുന്ന ഒരു യാഥാർത്ഥ്യമാകാൻ കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ ഒട്ടേറെ ദുരന്തങ്ങളുണ്ടായ ഒരു കാലമാണ്. പ്രളയങ്ങൾ, കോവിഡ്, നിപ്പ, പ്രകൃതിക്ഷോഭങ്ങളുടെ ദീർഘമായിട്ടുള്ള ഒരു പ്രതലം. ഏറ്റവും അവസാനം നടന്ന ചൂരൽമല ദുരന്തത്തിൽ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യരുടെ കണ്ണീരൊപ്പാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരുപക്ഷെ ലോകോത്തര മാതൃകയിലുള്ള ഒരു പുനരധിവാസ പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒന്നാണ്. വികാരങ്ങളുടെ ആ പെരുമഴക്കാലമാണ് അക്ഷരാർത്ഥത്തിൽ വീണ്ടും ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച ഘട്ടത്തിൽ തന്നെ പ്രവർത്തകരോടെല്ലാം ചേർന്ന ആ പ്രവർത്തന പദ്ധതിയിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ നാട്ടിലുണ്ടാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ച, വസന്തകാലം ഇനി നഷ്ടപ്പെടരുത് എന്നാഗ്രഹിക്കുന്ന എല്ലാവരുടെയും പിന്തുണയാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. വലിയ ആവേശമാണ് ഈ തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ ഞങ്ങൾ എല്ലാവരുമായി കൂടിയാലോചിച്ചൊരു മുദ്രാവാക്യം ഉണ്ടാക്കി. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നതായിരുന്നു ആ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം ഓരോ വാക്കും അക്ഷരാർത്ഥത്തിൽ പൂർത്തീകരിക്കുക. 4,56,000-ലേറെ പട്ടയങ്ങൾ, ഏതാണ്ട് 5 ലക്ഷത്തോളം വരുന്ന പട്ടയങ്ങൾ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 10 ലക്ഷം ഭൂമിയും അളന്നു തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഡിജിറ്റൽ റീസർവേ. ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം തുടർച്ച എന്ന നിലയിൽ റവന്യൂ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ അടിമുടി മാറ്റിയെടുക്കാനും അടിമുടി ആധുനികവൽക്കരിക്കാനും കഴിയുന്ന ഓഫീസ് സംവിധാനങ്ങൾ ആകെ ഈ ഓഫീസിലേക്ക് മാറ്റുന്ന, സ്മാർട്ട് കെട്ടിടങ്ങളിലേക്ക് മാറ്റുന്ന ഈ സംവിധാനം നടപ്പിലാക്കുന്ന ഒരു കാലം. ഫെബ്രുവരി 24 റവന്യൂ ദിനത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു റവന്യൂ കാർഡിൻ്റെ മോഡൽ അവതരിപ്പിച്ചു പിരിയാനായി. അതായത് നിങ്ങൾക്ക് റവന്യൂ ഓഫീസുകളിൽ നിന്ന് കിട്ടുന്ന 18ഓളം സേവനങ്ങൾ ഇനി QR കോഡും 10 അംഗ ഡിജിറ്റൽ നമ്പറുമുള്ള ATM കാർഡിൻ്റെ വലിപ്പം മാത്രമുള്ള ഒരു റവന്യൂ കാർഡിൽ നിന്ന് ലഭ്യമാക്കാൻ കഴിയും. ആ QR കോഡ് എടുത്തു നോക്കിയാൽ വില്ലേജ് ഓഫീസർ ഒപ്പിട്ട ആധികാരികതയോടെ നിങ്ങളുടെ ജാതി, നിങ്ങളുടെ മതം, നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ ഭൂമി, അതിൻ്റെ എൻകുംബറൻസ്, അതുൾപ്പെടെ റിലീസും അതിൻ്റെ അനുബന്ധ കേന്ദ്രങ്ങളും നൽകുന്ന എല്ലാ വിവരങ്ങളും കൊണ്ടുവരാൻ കഴിഞ്ഞതുൾപ്പെടെ
റവന്യൂ വകുപ്പ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആധുനികവൽക്കരണത്തിലേക്ക് കടന്നു കയറി എന്നുള്ളത് വളരെ പ്ലാൻഡായി ഈ വകുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇതൊരു മാതൃവകുപ്പാണ്. ഭൂമിയുടെ രേഖയും ഭൂമിയും മാത്രം കണക്കിലെടുത്താൽ പോരാ. നമ്മുടെ നാട്ടിൽ എല്ലാ വകുപ്പുകളും ആവശ്യപ്പെടുന്ന സേവനങ്ങൾ ചെയ്യേണ്ട ഒരു സേവന വകുപ്പാണ്. അതുകൊണ്ട് ധാരാളമായിട്ടുള്ള ചുമതലയും പരിമിതമായിട്ടുള്ള ജീവനക്കാരും എന്ന സംവിധാനത്തിൽ വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് അവർക്ക് സാധ്യമായതെല്ലാം ലഭ്യമാകാൻ ഏറ്റവും നല്ല വഴി ഡിജിറ്റലൈസേഷൻ ആണെന്ന് തിരിച്ചറിഞ്ഞ് ആ വഴിയിൽ റവന്യൂ വകുപ്പിനെ സമ്പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്തു എന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ മെച്ചം. ഒരു കാര്യം കൂടി ചോദിച്ചു. ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് അങ്ങ് ഒല്ലൂർ MLA ആണെങ്കിലും കേരളത്തിലെ ജനങ്ങൾ റവന്യൂ മന്ത്രി സ്വന്തം വീട്ടിലെ ഒരു അംഗം പോലെ കാണുന്നു. അത്ഭുതകരമായി തോന്നി എനിക്ക്. അതുപോലെ തന്നെ ചൂരൽമലയിൽ അത് അങ്ങ് ഹാൻഡിൽ ചെയ്ത ഒരു രീതി വളരെ അഭിമാനകരമായ നേട്ടം. എങ്ങനെയായിരുന്നു ഇത് അത് ആ സമയത്ത് അങ്ങയുടെ ഒരു വികാരം? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ, പ്രത്യേകിച്ച് ജനാധിപത്യ പ്രവർത്തനത്തിൽ വെള്ളത്തിലെ മത്സ്യം പോലെ പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങളുടെ മുൻകാല നേതാക്കളും ഞങ്ങൾക്ക് അധ്യാപനം നടത്തിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അധ്യാപകരും എല്ലാം പറഞ്ഞു തന്ന ഏറ്റവും കാര്യം. ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കുമ്പോൾ അതെപ്പോഴും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. കാനം എപ്പോഴും ഞങ്ങൾ മന്ത്രിമാരായിട്ടുള്ള ആളുകളോട് 4 പേരോടും എല്ലാ ആഴ്ചയും ചേരുന്ന കമ്മിറ്റികളിൽ ഞങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ എടുക്കുന്നൊരു തീരുമാനത്തെ നിങ്ങൾ തുലനം ചെയ്യേണ്ടതും നിങ്ങൾ നടപ്പിലാക്കപ്പെടുമ്പോൾ അത് മനസ്സിലാക്കേണ്ടതും ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യന് നിങ്ങൾ തീരുമാനിച്ചതിൻ്റെ സ്വാദ് നുണയാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ പ്രഖ്യാപനം നടത്തിയിട്ട് കാര്യമില്ല, അത് അവൻ്റെ മുമ്പിൽ അനുഭവയോഗ്യമാകുന്നുണ്ടോ? അത് പരിശോധിക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്. അത് അക്ഷരാർത്ഥത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അശരീരിയായിരുന്നില്ല, ജീവിതത്തിൽ പകർത്തേണ്ട ചില കടമകളായിരുന്നു. മനുഷ്യരാണ് നമ്മളെല്ലാം എന്ന തിരിച്ചറിവുണ്ടായാൽ അവരോട് ഏറ്റവും സ്നേഹപൂർവ്വം അവരോടൊപ്പം ജീവിക്കുക. ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, എൻ്റെ ഈ ഉടുപ്പ് മുഴുവൻ ഈ കാലത്ത് നനഞ്ഞിട്ടുള്ളത് ഒരിക്കലും ജീവിതത്തിൽ പട്ടയം കിട്ടില്ല എന്ന് കരുതിയിട്ടുള്ള അമ്മമാരുടെ കൈകളിലേക്ക് ആ പട്ടയം കൊടുക്കുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് ഊർന്നു വീഴുന്ന സന്തോഷത്തിൻ്റെ കണ്ണുനീര് കൊണ്ട് നനഞ്ഞ ഉടുപ്പാണ് എപ്പോഴും ഞാൻ ഇടുന്നത് എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള അംഗീകാരവും അഭിമാനകരമായിട്ടുള്ള അവാർഡും. അത് ജനങ്ങളിൽ നിന്ന് ലഭ്യമാകുക എന്നുള്ളത് നമ്മുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും വികസനങ്ങളുടെ പെരുമഴക്കാലം തീർത്തുകൊണ്ട് 10 കൊല്ലം പിണറായിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയായിരുന്നു. അടുത്ത ഊഴം എത്തിയിരിക്കുകയാണ്. എന്തായാലും ജനങ്ങൾക്ക് ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പം ഈ ഒരു യാത്ര വളരെ സക്സസ്ഫുള്ളായി നൽകി അങ്ങോട്ട് ഒരുപാട് അഭിനന്ദനങ്ങൾ.